കൂരിയാട് സംഭവം എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും നോക്കൂ, നിങ്ങൾ അതിന് പ്രൊപ്പോർഷൻ അധികമായിട്ട് നിങ്ങൾ അതിന് വല്ലാതെ ഇതാക്കുകയാണ്. നോക്കൂ, അത് ഞാൻ പറഞ്ഞല്ലോ, റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞ് അതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കമ്മീഷൻ ചെയ്ത് സർക്കാരിന് കൈമാറി കമ്പനി അതിന്റെ ബില്ല് കൊടുത്തിട്ട് പണം കൈപ്പറ്റിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ല അത്. ഇപ്പോഴും ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ച് സർക്കാരിന് ആ റോഡ് കൈമാറിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ ബില്ലുകൾ ആ കമ്പനിക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോഴും ആ റോഡിന്റെ കമ്മീഷനിങ് കഴിഞ്ഞില്ല. അത് ഇപ്പോഴും നിർമ്മാണത്തിൽ നിൽക്കുന്ന റോഡാണ്. ആ നിർമ്മാണത്തിൽ നിൽക്കുന്ന റോഡിൽ നിർമ്മാണ സമയത്ത് എന്തെങ്കിലും പെശക് ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആ കമ്പനിക്ക് തന്നെയാണ്. സർക്കാരിന് അതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫണ്ട് ചെലവാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നേരത്തെ ഷാഫി പറമ്പിന്റെ പ്രതികരണത്തിൽ കേട്ടത് ജനങ്ങളുടെ നികുതി പണമാണ് ചെലവാകുന്നതാണ്. ജനങ്ങളുടെ 1 രൂപ നികുതി പണം പോലും ഇവിടെ ചെലവാകുന്നില്ല. ഈ പറയുന്ന എവിടേക്കാണോ പോരായ്മകളും പ്രശ്നങ്ങളും ഉള്ളത് അവിടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഏത് കമ്പനിക്കാണോ നിർമ്മാണ ഉത്തരവാദിത്തമുള്ളത് ആ കമ്പനി തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും നിലയിലുള്ള അപകടം ഉണ്ടായിട്ടില്ല, ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടില്ല, ആർക്കെങ്കിലും ഏതെങ്കിലും നിലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ ഒരു സ്ഥലത്ത് റോഡ് തകരുന്ന വിള്ളൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ ലഘൂകരിക്കുന്നില്ല. അത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിട്ട് കളയുകയല്ലല്ലോ ചെയ്തത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് പ്രതികരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുന്നു. ആ വിദഗ്ധ സമിതി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്തമുള്ള 2 കമ്പനികളെ ഡീബാർ ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എവിടേക്കാണോ പെശകുകളുള്ളത് ആ പെശകുകളെല്ലാം പരിഹരിക്കാൻ വേണ്ടതായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ആവശ്യം വന്നാൽ ഘടനാപരമായിട്ടുള്ള പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ റീകൺസ്ട്രക്ഷൻ ഉൾപ്പെടെ രണ്ടാമത് കൺസ്ട്രക്ഷൻ നടത്താൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ പ്രശ്നത്തെ ആരും കുറച്ച് കാണുന്നില്ല. കൂരിയാട് ഒരു ചെറിയ സ്ഥലത്തല്ലേ ഈ പ്രശ്നമുള്ളൂ, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ബാക്കി നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ പ്രശ്നം പരിഹരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, കേരളത്തിൽ നമുക്ക് 2014 1182 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് 1850 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ട്. 750 കിലോമീറ്റർ റോഡ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറെ ഭാഗങ്ങളിലൊക്കെ പഴയ സ്റ്റേറ്റ് ഹൈവേകൾ റീനോട്ടിഫൈ ചെയ്ത് നാഷണൽ ഹൈവേ ആക്കിയിട്ടുണ്ട്. ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ അത് മാറ്റി നിർത്തിയാൽ പോലും ഏതാണ്ട് 400 കിലോമീറ്റർ റോഡ് കേരളത്തിൽ പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ റോഡുകൾ മുഴുവൻ ഈ നിലയ്ക്കുള്ള അപകടങ്ങളുള്ള, പൊട്ടി തകരാൻ സാധ്യതയുള്ള, വിള്ളലുള്ള റോഡല്ല.